ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ വീട്ടിൽ വിരുന്നുകാരിയായി നിന്ന് 4-5 ദിവസം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ എൻ്റെ ലീവ് തീർന്നു. അപ്പോൾ ഇന്നേക്ക് 5-6 ദിവസമായി. അപ്പോൾ എന്നെ കൊണ്ടുപോയതാ നമ്മുടെ മയിൽവാഹനം ചങ്ങാതി എത്തിയിട്ടുണ്ട് കേട്ടോ. ശനിയാഴ്ച വന്നിട്ടുണ്ട്. ഞായറാഴ്ച അമ്മേൻ്റെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞായറാഴ്ച രാവിലെ എടുത്തൊരു കുഞ്ഞു വിശേഷമാണ്. ഞാനും ബാലുകുട്ടനും പ്രസാദം കൂടി രാവിലെ ചായ കുടിച്ചെടുത്ത് ആ പുഴയൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 9:30 മണിയൊക്കെ ഞങ്ങൾ പുഴയിലെത്തി. ഞങ്ങളെ കടവിൽ ഞാനൊരു രാവിലെ തന്നെ സാട്ടാ ഞാനൊരു വീഡിയോ എടുത്തു ഒരാളത് രാവിലെ തന്നെ. ഞാനിപ്പോൾ ബാലുക്കുട്ടൻ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവരങ്ങനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കളിപ്പിക്കണ നല്ല രസമാണ്. അങ്ങനെ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ പുഴയിൽ ഒരുപാട് നേരം നിൽക്കും. അപ്പോൾ ഞായറാഴ്ചത്തെ പരിപാടിക്ക് പോകാൻ വേണ്ടി ഇതാ വേഗം കുളിച്ച് അങ്ങനെ കുളി കഴിഞ്ഞു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിലെത്തി ഒരുങ്ങി ഇതാ അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. എല്ലാവരും ഞങ്ങളെ മുൻപിൽ പോയിട്ടുണ്ട്. ഞങ്ങളിതാ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് അമ്മേൻ്റെ വീടിൻ്റെ അടുത്ത് എത്തുന്നതിൻ്റെ മുൻപിൽ ഒരു ടണലാണ് കേട്ടോ. മുകളിൽ റെയിൽവേ, താഴെ റോഡും. അപ്പോൾ ഇവിടെ എത്തിയാൽ ബാലുകുട്ടനും അല്ലുകുട്ടനൊക്കെ ഒന്ന് കൂക്കൂട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോണ വഴിക്ക് ഇതാ കരിമ്പ് ജ്യൂസ് കണ്ട് അവിടെ കുറച്ച് നേരം നിന്നു. കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങിക്കഴിച്ചു. പിന്നെ അതാ നേരെ അമ്മേൻ്റെ വീട്ടിലെത്തിട്ടോ. അപ്പോൾ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ഞായറാഴ്ച എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഋതുമതി ചടങ്ങാണ് കേട്ടോ മാമേൻ്റെ മോളെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഋതുമതി, മാമേൻ്റെ മോള് അമേയ കൃഷ്ണ പറഞ്ഞ അമേയക്കുട്ടി. അവൾക്ക് ഞാൻ വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പോൾ ഭയങ്കര നാണായി. പിന്നെ അതാ അമ്മമ്മയ്ക്ക് പ്രായത്തിൻ്റേതായിട്ടുള്ള അവശതകളുണ്ട്. സോഡിയം ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി കയറ്റുന്നുണ്ട്. പ്രഷറിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ എല്ലാവരെയും കണ്ട് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ വൈകുന്നേരം 5:30 മണിയായിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വന്നതാ ഞങ്ങളുടെ നാട്ടിൽ ഓടായിക്കൽ പാലത്തിൻ്റെ അവിടെ വന്നു. അപ്പോൾ പോയപ്പോൾ ഞങ്ങളുടെ കൂടെ ബാലുക്കുട്ടനായിരുന്നു. തിരിച്ചു പോന്നപ്പോൾ ഞങ്ങളുടെ കൂടെ അല്ലുക്കുട്ടനാട്ടോ വന്നത്. അപ്പോൾ പോയപ്പോൾ ബാലുക്കുട്ടന് കരിമ്പ് ജ്യൂസ് വാങ്ങിക്കൊടുത്തില്ലേ. ഇനി തിരിച്ചു വന്നപ്പോൾ ദാ അല്ലുക്കുട്ടന് നല്ല ചായയും കടലറ്റും പിന്നെ കാടമുട്ടയും വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതവൻ വീഡിയോയിൽ ഇടണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. ഞാനും പ്രസാദത്തിന് ഓരോ കടല ഫ്രൈയും കഴിച്ചു. പിന്നെ ഞങ്ങളെ പാലത്തിൻ്റെ സൗന്ദര്യം കുറച്ച് നേരം നോക്കി നിന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞായറാഴ്ചത്തെ വിശേഷം. പിന്നെ തിങ്കളാഴ്ച ഞാൻ എൻ്റെ വളയത്തെ വീട്ടിലേക്ക് തിരിച്ചു പോരുമല്ലോ. അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അല്ലുകുട്ടൻ്റെ കൂടെ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നിന്നു കേട്ടോ. അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. താങ്ക്